എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് പുതിയ രീതിയിലുള്ളൊരു പ്രിൻസസ് ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. നമുക്കിത് പേപ്പറിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ബാക്ക് കട്ട് ചെയ്യാം. ബാക്ക് ഇറക്കം 14.5 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യത്തുമ്പും കൂടി ചേർത്തിട്ട് 15.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതേപോലെ തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒരു 1/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇത് ബാക്ക് ഓപ്പൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ ആകെ 16 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 8 ഇഞ്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ബാക്ക് ഡീപ്പ് നെക്കാണ്, 9.5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു 1.5 ഇഞ്ച് നമ്മൾ കൂട്ടണ്ട. ബാക്കി 8 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ചിന് 1/4 ഇഞ്ച് വെച്ച് കുറയ്ക്കുക. അപ്പോൾ 2 ഇഞ്ച് കുറയും. അപ്പോൾ ആ 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ ബാക്കി ഇവിടെ എത്രയുണ്ട് നോക്കുക, 6 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ 6 ഇഞ്ചാണ് ഇതിൻ്റെ ഷോൾഡർ കൊടുക്കുന്നത്. ഇത് ഡീപ്പ് നെക്ക് അല്ലെങ്കിൽ ഒരു 8 ഇഞ്ചിന് താഴെയുള്ള നെക്കാണെങ്കിൽ ചെസ്റ്റിൻ്റെ 6-ലൊരു ഭാഗം കൊടുത്താൽ മതി. അപ്പോൾ ഈ 6 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് 6 ഇഞ്ച് തന്നെ നമുക്ക് ആം ഹോളും കൊടുക്കാം. ഇനി ഇതേപോലെ ചെസ്റ്റ് ലൈൻ വരയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വന്നിട്ട് 40 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 10 ഇഞ്ച് വരും. നമുക്കിതിൽ 1/2 ഇഞ്ച് കുറച്ച് കൊടുത്താൽ മതി. കാരണം ഡീപ്പ് നെക്ക് വരുമ്പോൾ ഇവിടെ ബാക്ക് വന്നിട്ട് നന്നായിട്ട് വൈഡായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് കുറച്ച് കൊടുക്കുക. അതിന് ശേഷം 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. ഇനി ഇവിടെ വേസ്റ്റ് വന്നിട്ട് 32 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 8 ഇഞ്ച്, 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. ഇവിടെ നമ്മൾ ടെക്ക് കൊടുക്കുന്നില്ല. ഇവിടെ തയ്യത്തുമ്പ് വരും. ഇനി ഇതിൻ്റെ നെക്ക് വിടുത്ത് 3 ഇഞ്ച് കൊടുക്കാം. ഇങ്ങോട്ട് നെക്കിൻ്റെ ഇറക്കം 9.5 ഇഞ്ചാണ്. ഇവിടെ തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് 9.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് അടിച്ച് വരുമ്പോൾ 9.5 ഇഞ്ച് തന്നെ കിട്ടും. ഇങ്ങോട്ട് 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നെക്ക് വരയ്ക്കാം. ഇനി ഇവിടെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ആം ഹോൾ വരച്ചെടുക്കാം. ഇതേപോലെ ആം ഹോൾ വരയ്ക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടുന്ന് നമുക്കിതിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്യാം. ആദ്യം ഇതേപോലെ ഒരു വരയിടുക. അതിനുശേഷം നമുക്ക് ആം ഹോള് 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഫ്രണ്ടിൽ നമ്മൾ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഇവിടെ 1/2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യാം. അതുപോലെ ഷോൾഡർ ഫ്രണ്ടിൽ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഇവിടെ ഒരു 3/4 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യാം. 6.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ചെസ്റ്റ് ലൈൻ വരയ്ക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ വന്നിട്ട് ബാക്കിൽ നമ്മൾ ചെസ്റ്റിൻ്റെ 4-ലൊരു ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് ഇവിടെ വെച്ചത്. അതായത് 9.5 ഇഞ്ചാണ് വെച്ചത്. ഇവിടെ നമ്മൾ ചെസ്റ്റ് കൂടെ 2 ഇഞ്ച് ലൂസ് കൂട്ടുക. അപ്പോൾ 42 ഇഞ്ച്. അപ്പോൾ ആ 42 ഇഞ്ചിൻ്റെ 4-ലൊരു ഭാഗം 10.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. ബാക്കിൽ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തത്, ഇവിടെ 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ബാക്കിൽ നമ്മൾ ഇറക്കം വെച്ചത് 14.1 15.5 ഇഞ്ചാണ്. ഫ്രണ്ട് ലെങ്ത്ത് വരുന്നത് 17 ഇഞ്ചാണ്. അത് കൂടെ 1 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ
ചേർത്ത് വയ്ക്കുക. 18 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതേപോലെ ഒന്ന് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ട് ആം ഹോള് വരയ്ക്കാം. ഇവിടെ ഷോൾഡറിൻ്റെ വീതി നമ്മൾ ആകെ കൊടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ്. ഈ 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇത് അളന്ന് നോക്കുക. ഇത് 3.5 ഇഞ്ച് ഒരു പോയിന്റും വരുന്നുണ്ട്. അത്രയും നമുക്കിവിടെ ഫ്രണ്ട് നെക്കിൻ്റെ വൈഡ് കൊടുക്കാം. ഇവിടെ നമുക്ക് തയ്യെത്തുമ്പോൾ ഒന്ന് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ്. ഇവിടെ 6.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ ബെസ്റ്റ് പോയിന്റ് 10 ഇഞ്ചാണ്. അപ്പോൾ 1/2 ഇഞ്ച് കൂടെ ചേർത്തിട്ട് 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് 4 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 4 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഇവിടെ ബോട്ടത്തിൽ വന്നിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ഇതുപോലെ വരയ്ക്കുക. ഇനി ഇവിടെ ടെക്ക് നമുക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ വേസ്റ്റ് വേണ്ടത് 8 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ 3.5 ഇഞ്ച് വരുന്നുണ്ട്. ഈ 3.5 ഇഞ്ച് ഇവിടെ വെച്ച് അളക്കുക. അപ്പോൾ 8 ഇഞ്ച് വരും. അതിനുശേഷം 1.5 ഇഞ്ച് തയ്യത്തുമ്പോൾ കൊടുക്കാം. ഇതേപോലെ വരച്ചെടുക്കുക. ഇനി ഈ 3 ഇഞ്ചിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വരയ്ക്കുക. ഇതേപോലെ വരയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ വീണ്ടും ഒന്ന് മാർക്ക് ചെയ്യുക. അതേപോലെ ഇതിൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ സെൻറ്ററിൽ ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ ഷേപ്പിൽ വരച്ചെടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ടെക്കിൻ്റെ വീതി 3 ഇഞ്ചാണ് വെച്ചത്. ഇതിൻ്റെ പകുതി 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഈ 1.5 ഇഞ്ചിൻ്റെ പകുതി 3/4 ഇഞ്ച് ഇവിടെ മുകളിലേക്ക് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇതേപോലെ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ഒരു 1/2 ഇഞ്ച് താഴെ ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഈ ലൈനിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ വരയ്ക്കുക. ഈ ലൈന് കുറച്ച് മുകളിലേക്ക് വരയ്ക്കുക. അതായത് ഇവിടെ നമ്മൾ 3 ഇഞ്ചിൻ്റെ ടെക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി വന്നിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ ഒന്ന് അളന്ന് നോക്കുക. ഇവിടെ നമുക്ക് 7 ഇഞ്ച് ഒരു പോയിന്റും വരുന്നുണ്ട്. ഈ 7 ഇഞ്ച് ഒരു പോയിന്റും ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഈ ലൈന് ഇതുവരേക്കും വേണം. ഇതേപോലെ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ഈ ആം ഹോളിൻ്റെ ബാലൻസ് ഇവിടെ വരയ്ക്കാം. ഇതേപോലെ വരച്ചെടുക്കാം. ഇനി ഇവിടെ ഒന്ന് അളന്ന് നോക്കാം. ഇവിടെ 7 ഇഞ്ച് വരുന്നുണ്ട്. ഇവിടെ ഇതുവരേക്കുമാണ് 7 ഇഞ്ച് വരുന്നത്. അപ്പോൾ ഇവിടെ ഇത് എത്ര അകലുണ്ടോ നോക്കുക. ഇതിൽ 1/2 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇരട്ടി 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇങ്ങനെ വരയ്ക്കുക.
ഇവിടെ നമുക്കൊരു അരഞ്ച് കുറയ്ക്കാം. ഇത് എല്ലാ സൈസിലും അരഞ്ച് കുറച്ചാൽ മതി. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. ഇവിടെ താഴെ ഈ ലൈനിനൊപ്പം വയ്ക്കുക, ഈ ക്രോസ് ഇതിനൊപ്പം വയ്ക്കുക, എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഇവിടെ ഈ എക്സ്ട്രാ ഉള്ളതും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി ഇവിടെ നെക്ക് കട്ട് ചെയ്യാം. ഇവിടെ ഇതേപോലെ ഈ ടെക്കിന് മുകളിൽ കൂടെ കട്ട് ചെയ്യാം. ഇനി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് ഇതിനോട് ചേർത്ത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ പശ വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു അരഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ നിന്ന് താഴേക്ക് ഒരു അരഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻസസ് കട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ ആം ഹോൾ ആദ്യം കട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ആം ഹോൾ കട്ട് ചെയ്യുക. അതിനുശേഷം ഈ ലൈനും കൂടെ കട്ട് ചെയ്യുക. ഈ ബാൻഡുള്ളതൊന്ന് സ്ട്രൈറ്റ് ആക്കാം. ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു 1.5 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു ടെക്ക് കൊടുക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ രണ്ട് സൈഡിലും തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ തയ്യത്തുമ്പ് എക്സ്ട്രാ ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇനി ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് നമുക്കിവിടെ ഒരു 1.25 ഇഞ്ച് ഹെമ്മിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം മാർക്ക് ചെയ്യാം. ഇതിൻ്റെ സ്ലീവിൻ്റെ ഇറക്കം 7 ഇഞ്ചാണ്. 1/2 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ടൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇവിടെ സ്ലീവിൻ്റെ റൗണ്ട് 12 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ ആം ഹോൾ എത്ര വേണമെന്ന് നോക്കാം. ഇവിടെ ബാക്കിൽ അല്പം കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ രണ്ട് സൈഡിലും തയ്യത്തുമ്പ് വിട്ടിട്ട് അളക്കുക. ആകെ 10.25 ഇഞ്ച് ഒരു പോയിൻറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇത് തിരിച്ചളക്കണം. 10.25 ഇഞ്ച് ഒരു പോയിൻറ്റും ഇവിടെ വെച്ചിട്ട് അതിനുശേഷം 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇവിടെ അതേപോലെ 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇവിടെ അതേപോലെ ചെരിച്ച് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കുഴിച്ച് മാർക്ക് ചെയ്യുക.
ഇത് ഞാനിപ്പോൾ സിംഗിൾ പീസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് തയ്ച്ച് നോക്കുക. ഇത് ഫിറ്റിംഗ് കറക്റ്റ് ആയിരിക്കും. അതുപോലെ ബാക്കിൽ നെക്ക് വൈഡ് ആണെങ്കിലും നമുക്ക് നാടെ ഒന്നും ആവശ്യം വരില്ല, കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.